ഏറ്റവും സുരക്ഷിതമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല മറുപടികളും പറയും. എന്നാൽ ഭൂമിയിലെ ഏറ്റവും അപകടം പിടിച്ച മനുഷ്യന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആ മരണവിളിമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരൊറ്റ പേരേ ഉള്ളൂ: ബെർമുഡ ട്രയാങ്കിൾ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി ആയിരക്കണക്കിന് മനുഷ്യജീവനുകൾ, ഡസൻ കണക്കിന് കൂറ്റൻ യുദ്ധക്കപ്പലുകൾ, അത്യാധുനിക വിമാനങ്ങൾ ഇവയൊക്കെ ഈ പ്രദേശത്ത് കടന്നതിന് ശേഷം എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? വായുവിൽ അലിഞ്ഞു പോയതുപോലെ, അല്ലെങ്കിൽ കടൽ ഒരൊറ്റ നിമിഷം കൊണ്ട് വിഴിഞ്ഞതുപോലെ. ഒരൊറ്റ അവശിഷ്ടം പോലും ബാക്കി വെക്കാതെ അവ എവിടെ പോയി ഒളിച്ചു? ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും നമ്മൾ ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യനെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ സ്വന്തം ഭൂമിയിലെ ഈ ഒരു നിശ്ചിത കടൽ പ്രദേശത്തിന് മുന്നിൽ ഇന്നും ശാസ്ത്രലോകം പലപ്പോഴും നിസ്സഹായരായി നിൽക്കുകയാണ്. അന്യഗ്രഹ ജീവികളുടെ താവളമാണോ ഇത്? അതോ കടലിനടിയിലെ മറ്റെന്തെങ്കിലും നിഗൂഢ ശക്തികളോ? നമ്മൾ ഇന്ന് ബെർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രം മുതൽ അതിന് പിന്നിലെ ഏറ്റവും പുതിയ ശാസ്ത്രീയ സത്യങ്ങൾ വരെ എല്ലാം അരിച്ചു പെറുക്കി പരിശോധിക്കാൻ പോവുകയാണ്. ഒരൊറ്റ സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണുക, കാരണം ഇതിന്റെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് ആരും പറയാത്ത ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്ന 95% ആൾക്കാരും ചാനൽ ഫോളോ ചെയ്യുന്നില്ല, ഒന്ന് ഫോളോ ചെയ്യണേ. നമുക്ക് കഥ തുടങ്ങേണ്ടത് 1945 ഡിസംബർ 5 നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയം. അമേരിക്കൻ നാവികസേനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലന പറക്കൽ നടക്കുകയായിരുന്നു. ഫ്ലൈറ്റ് 19 എന്നായിരുന്നു ആ മിഷന്റെ പേര്. 5 ടിവിഎം അവഞ്ചർ ബോംബർ വിമാനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. മിടുക്കന്മാരായ 14 പൈലറ്റുമാർ. അവരെ നയിച്ചിരുന്നത് അനുഭവസമ്പന്നനായ ലഫ്റ്റനന്റ് ചാൾസ് ടെയ്ലർ ആയിരുന്നു. ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ നിന്നും ഉച്ചയ്ക്ക് കൃത്യം 2:10 വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നുയർന്നു. സാധാരണ ഒരു പരിശീലന പറക്കൽ മാത്രമായിരുന്നു അത്. കാലാവസ്ഥ തികച്ചും ശാന്തമായിരുന്നു. എന്നാൽ പറന്നുയർന്ന് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിലേക്ക് വിചിത്രമായ റേഡിയോ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. കൺട്രോൾ റൂമിലുള്ളവർ കേട്ടത് ലഫ്റ്റനന്റ് ടൈലറുടെ പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "ഞങ്ങൾക്ക് ദിശ തെറ്റിയിരിക്കുന്നു. കര കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ വിമാനത്തിലെ 2 കോമ്പസുകളും തകരാറിലായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് ഒരു ധാരണയുമില്ല. ഇവിടുത്തെ വെള്ളത്തിന് എന്തോ മാറ്റമുണ്ട്. എല്ലാം വിചിത്രമായി തോന്നുന്നു." കൺട്രോൾ റൂമിലുള്ളവർ അവരോട് പടിഞ്ഞാറ് ദിശയിലേക്ക് പറക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ പൈലറ്റുമാർക്ക് ദിശ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സമുദ്രം അവരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. സമയം കടന്നുപോയി. വിമാനങ്ങളിലെ ഇന്ധനം തീർന്നു തുടങ്ങി. വൈകുന്നേരം 6:20 റേഡിയോ സന്ദേശങ്ങൾ പൂർണ്ണമായി നിലച്ചു. 5 വിമാനങ്ങളും 14 ജീവനക്കാരും കടലിൽ എവിടെയോ അപ്രത്യക്ഷമായി. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ വിമാനങ്ങളെ കണ്ടെത്താനായി അന്ന് തന്നെ രാത്രി US നേവി ഒരു കൂറ്റൻ PBM മാരിനർ റെസ്ക്യൂ വിമാനം അയച്ചു. അതിൽ 13 രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം, ആ രക്ഷാപ്രവർത്തന വിമാനവും പറന്നുയർന്ന് മിനിറ്റുകൾക്കകം റേഡിയോ പരിധിയിൽ നിന്നും അപ്രത്യക്ഷമായി. ഒരൊറ്റ ദിവസം കൊണ്ട് 6 വിമാനങ്ങൾ, 27 മനുഷ്യരും ഒരടയാളം പോലും അവശേഷിക്കാതെ ഇല്ലാതായി. US നാവികസേന ദിവസങ്ങളോളം കടൽ അരിച്ചുപെറുക്കി തിരഞ്ഞിട്ടും ഒരൊറ്റ വിമാനത്തിന്റെ അവശിഷ്ടമോ പൈലറ്റുമാരുടെ ശരീരങ്ങളോ ഒരു ലൈഫ് ജാക്കറ്റ് പോലുമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തോടെയാണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് ലോകമെങ്ങും ഭയത്തോടെ കേട്ടു തുടങ്ങിയത്. യാഥാർത്ഥ്യത്തിൽ എവിടെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത്, അമേരിക്കയിലെ ഫ്ലോറിഡ, ബെർമുഡ ദ്വീപുകൾ, പ്യൂർട്ടോ റിക്കോ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വരുന്ന ഒരു വലിയ കടൽ പ്രദേശമാണിത്. ഇതിനെ പിശാചിന്റെ ത്രികോണം അഥവാ ഡെവിൾസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഫ്ലൈറ്റ് 19 മാത്രമല്ല ഇവിടെ കാണാതായിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ സ്ഥലത്തിന് ഒരു വില്ലൻ പരിവേഷം ഉണ്ടായിരുന്നു എന്ന് കാണാം. ലോക പ്രശസ്ത നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് 1492 അമേരിക്ക കണ്ടുപിടിക്കാനുള്ള യാത്രക്കിടയിൽ ഈ വഴി കടന്നുപോയിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട്: "ഈ കടൽ പ്രദേശത്തെത്തിയപ്പോൾ കപ്പലിലെ കോമ്പസ് തെറ്റായ ദിശ കാണിക്കാൻ തുടങ്ങി. രാത്രിയിൽ ആകാശത്തു നിന്നും വലിയൊരു തീഗോളം കടലിലേക്ക് വീഴുന്നത് കണ്ടു. ആകാശത്ത് വിചിത്രമായ വെളിച്ചങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു." അതുപോലെ തന്നെ 1918 മാർച്ചിൽ നടന്ന മറ്റൊരു ദുരന്തമാണ് USS സൈക്ലോപ്പസ് എന്ന ഭീമൻ കപ്പലിന്റെ അപ്രത്യക്ഷമാകൽ. 309 യാത്രക്കാരും ടൺ കണക്കിന് കൽക്കരിയുമായി മാംഗനീസ് അയിര് വഹിച്ചുകൊണ്ട് വരികയായിരുന്നു ആ യുദ്ധക്കപ്പൽ. ഒരു കൊടുങ്കാറ്റോ വലിയ കാലാവസ്ഥാ വ്യതിയാനമോ ഇല്ലാതിരുന്നിട്ടും ആ കപ്പൽ ഒരു സോസ് പോലും അയക്കാതെ മുങ്ങിപ്പോയി. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിൽ യുദ്ധമില്ലാതെ ഇത്രയും ആളുകൾ ഒന്നിച്ചു മരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് 1948 1949 സ്റ്റാർ ടൈഗർ, സ്റ്റാർ ഏരിയൽ എന്നീ 2 യാത്രാ വിമാനങ്ങൾ ഇതേ റൂട്ടിൽ വെച്ച് കാണാതായി. ഓരോ അപകടത്തിന് ശേഷവും ആളുകളുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു കൊണ്ടേയിരുന്നു. തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ ഭാവന കാടുകയറാൻ തുടങ്ങി.
ആളുകൾ പലതരം കഥകളും തിയറികളും മെനയുണ്ടാക്കി. അതിൽ ഏറ്റവും ജനപ്രീതി നേടിയ ചില തിയറികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ. ചില ഗവേഷകരും മിസ്റ്റിക് എഴുത്തുകാരും വാദിക്കുന്നത് ബെർമുഡ ട്രയാങ്കിളിന്റെ അടിത്തട്ടിൽ അന്യഗ്രഹ ജീവികളുടെ ഒരു രഹസ്യ താവളമുണ്ടെന്നാണ്. അവിടെ ഒരു വേം ഹോൾ അഥവാ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലുണ്ടെന്നും ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും അന്യഗ്രഹ ജീവികൾ അവരുടെ ലോകത്തേക്ക് തട്ടിക്കൊണ്ടു പോകുകയുമെന്നുമാണ് ഇവരുടെ വാദം. രണ്ടാമത്തെ തിയറി അതിലും രസകരമാണ്. അറ്റ്ലാന്റിസിന്റെ ശാപം. പുരാണങ്ങളിൽ പറയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈവശമുണ്ടായിരുന്ന എന്നാൽ കടലിൽ മുങ്ങിപ്പോയ നഗരമാണ് അറ്റ്ലാന്റിസ്. ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ബെർമുഡ ട്രയാങ്കിളിന്റെ അടിയിലാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. അവിടുത്തെ പുരാതന കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ എനർജി ക്രിസ്റ്റലുകൾ ഇന്നും സജീവമാണെന്നും അവ പുറപ്പെടുവിക്കുന്ന ശക്തമായ ഊർജ കിരണങ്ങളാണ് വിമാനങ്ങളുടെ കോമ്പസുകൾ കേടാക്കുന്നതെന്നും കപ്പലുകളെ മുക്കുന്നതെന്നും അവർ പറയുന്നു. ഇവ കൂടാതെ കടലിലെ രാക്ഷസ ജീവികളായ ക്രാക്കൻ കപ്പലുകളെ വലിച്ച് താഴേക്കിടുന്നതാണെന്ന് വരെ വിശ്വസിച്ചവർ ഉണ്ടായിരുന്നു. കേൾക്കാൻ നല്ല ത്രില്ലുണ്ടെങ്കിലും ശാസ്ത്രം ഇവയൊന്നും അംഗീകരിക്കുന്നില്ല. ശാസ്ത്രജ്ഞർ ഇതിന്റെ പിന്നിലെ പ്രകൃതിദത്തമായ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ഇതിൽ വിജയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശാസ്ത്രീയ വശങ്ങൾ നോക്കാം. ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ ഈ നിഗൂഢതകളുടെ മുനയൊടിക്കുന്ന 3 പ്രധാന കാരണങ്ങൾ കണ്ടെത്തി. കാരണം 1, മീഥേൻ ഗ്യാസ് സ്ഫോടനങ്ങൾ. സമുദ്രശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ബെർമുഡ ട്രയാങ്കിളിന്റെ അടിത്തട്ടിൽ വൻതോതിൽ മീഥേൻ ഹൈഡ്രേറ്റ് നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ്. ഭൂമിക്കടിയിലെ ചലനങ്ങൾ കാരണം ഈ വാതകം വലിയ കുമിളകളായി സമുദ്രോപരിതലത്തിലേക്ക് വരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പെട്ടെന്ന് വളരെ കുറയുന്നു. ഒരു കപ്പലിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ വെള്ളത്തിൽ കൃത്യമായ സാന്ദ്രത വേണം. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ഈ മീഥേൻ കുമിളകൾക്ക് മുകളിലേക്ക് കപ്പൽ എത്തുമ്പോൾ കപ്പലുകൾക്ക് ബാലൻസ് നഷ്ടപ്പെടുകയും ഒരൊറ്റ നിമിഷം കൊണ്ട് അവ താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇത് വായുവിൽ മീഥേൻ തളരുന്നതിലൂടെ വിമാനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കാനും കാരണമാകും. കാരണം 2, ഹെക്സണുകൾ, മേഘങ്ങളും എയർ ബോംബുകളും. സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞർ മറ്റൊരു വിചിത്ര പ്രതിഭാസം കൂടി കണ്ടെത്തി. ഈ പ്രദേശത്തിന് മുകളിൽ 6 കോണുകളുള്ള വിചിത്രമായ മേഘങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവ യഥാർത്ഥത്തിൽ എയർ ബോംബുകളാണ്. അതായത് മണിക്കൂറിൽ 270 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് ഇവ താഴേക്ക് അടിച്ചു വീശും. ഇത്രയും ശക്തമായ കാറ്റ് കടലിൽ പതിക്കുമ്പോൾ അവിടെ 100 അടി വരെ ഉയരമുള്ള ഭീമാകരമായ തിരമാലകൾ ഉണ്ടാകുന്നു. ഏതൊരു വലിയ കപ്പലിനെയും ഒരൊറ്റ അടിക്ക് തകർക്കാൻ ഈ തിരമാലകൾക്ക് കഴിയും. കാരണം 3, ഗൾഫ് സ്ട്രീമും ഭൂപ്രകൃതിയും. ബെർമുഡ ട്രയാങ്കിളിലൂടെ കടന്നു പോകുന്ന അതിശക്തമായ ഒരു സമുദ്രാനന്തര ഒഴുക്കാണ് ഗൾഫ് സ്ട്രീം. ഇതൊരു വലിയ നദി കടലിനുള്ളിലൂടെ ഒഴുകുന്നത് പോലെയാണ്. ഇവിടെ വെച്ച് തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ ഈ ഒഴുക്ക് മിനിറ്റുകൾക്കകം മൈലുകളോളം ദൂരേക്ക് മാറ്റും. കൂടാതെ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ കടൽശാലകളിൽ നിന്ന് ഒന്നായ പൂർഫ്ലോ റിക്കോർഡ് റേഞ്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആഴം ഏകദേശം 28,000 അടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീഴുന്ന ഒരു അവശിഷ്ടവും പിന്നീട് മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ യഥാർത്ഥ സത്യം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കടൽ പ്രദേശങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ പോലും ബെർമുഡ ട്രയാങ്കിൾ ഇല്ലായിരുന്നു. അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെയും വലിയ ഇൻഷുറൻസ് കമ്പനികളുടെയും രേഖകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും കടന്നു പോകുന്ന തിരക്കേറിയ പാതകളിൽ ഒന്നാണിത്. ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ നിരക്ക് ലോകത്തിലെ മറ്റ് സമുദ്രങ്ങളിൽ നടക്കുന്ന അപകടങ്ങളുടെ അത്ര തന്നെയുള്ളൂ. അതായത് ഒരുപാട് വണ്ടികൾ പോകുന്ന ഒരു വലിയ റോഡിൽ സ്വാഭാവികമായും കൂടുതൽ അപകടങ്ങൾ നടക്കുമല്ലോ, അതുപോലെ മാത്രമാണിതും. പല എഴുത്തുകാരും മാധ്യമങ്ങളും വ്യൂസ് കൂട്ടാനും പുസ്തകങ്ങൾ വിൽക്കാനും വേണ്ടി സാധാരണ അപകടങ്ങളെ പോലും വലിയ നിഗൂഢതകളാക്കി മാറ്റി എഴുതുകയായിരുന്നു. അതുകൊണ്ട് ബെർമുഡ ട്രയാങ്കിൾ എന്നത് ശാസ്ത്രീയമായ പ്രതിഭാസങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നിറഞ്ഞ ഒരു സാധാരണ കടൽപ്രദേശം മാത്രമാണ്. അവിടെ അന്യഗ്രഹ ജീവികളോ ശാപങ്ങളോ ഇല്ല. എങ്കിലും ബെർമുഡ ട്രയാങ്കിൾ എന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആ ത്രില്ലുണ്ടല്ലോ, അതാണ് ഇതിന് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയായി നിലനിർത്തുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശാസ്ത്രത്തിന്റെ ഈ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് യുക്തിസാഹസമായി തോന്നുന്നുണ്ടോ? അതോ ഇനിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.